MSC കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. MSC മനാസ F കപ്പൽ വിഴിഞ്ഞം തുറമുഖം വിടരുത്. കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, വിഷയത്തിൽ ഹൈക്കോടതി എന്താണ് നിലപാടെടുത്തിരിക്കുന്നത്? വീണ, എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. MSC കപ്പൽ കമ്പനിയുടെ മറ്റൊരു കപ്പലായിട്ടുള്ള മനാസ F വിഴിഞ്ഞം തുറമുഖത്ത് തടഞ്ഞു വെക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് പ്രൊമോഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഈ ഹർജി ഹൈക്കോടതി ഇന്ന് ഉച്ചയ്ക്ക് 1:45 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദം, ഇറക്കുമതി ചെയ്ത കശുവണ്ടി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, തങ്ങളുടെ പണം നഷ്ടമായിട്ടുണ്ട്. 6 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ നഷ്ടമായത്. ഈ അപകടത്തിന് ശേഷം തങ്ങളുടെ വ്യാവസായിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ടുള്ള യാതൊരുവിധ നടപടികളും കപ്പൽ കമ്പനിയുടെ, അതായത് MSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അതിലാണ് ഹൈക്കോടതി ഇടക്കാലമായിട്ടുള്ള ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്നുള്ളതാണ് ജസ്റ്റിസ് അബ്ദുൽ ഹക്കീം നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവ്. എന്നാൽ ഈ ഹർജി ഹൈക്കോടതി 1:45 വീണ്ടും പരിഗണിക്കും. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖ അധികൃതർ ഈ കപ്പൽ വിടാനായിട്ട് യാതൊരു വിധത്തിലും നടപടികൾ സ്വീകരിക്കരുത്, കപ്പൽ തടഞ്ഞിട്ടിരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെയ്നറുകളുടെ ഉടമകൾ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഹർജികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഈ എൽസ 3 അപകടവുമായി ബന്ധപ്പെട്ട കപ്പൽ കമ്പനി, അതായത് MSCയുടെ മറ്റൊരു കപ്പലായിട്ടുള്ള മനാസ F അത് തടഞ്ഞു വെക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ട തുക, അതായത് 6 കോടിയോളം രൂപയുടെ DD അത് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കപ്പൽ വിട്ടു നൽകാമെന്നുള്ളതാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥ. വിഴിഞ്ഞം തുറമുഖ അധികൃതർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഈ വാദം കേൾക്കുന്ന വേളയിൽ ഷിപ്പിംഗ് കമ്പനിയുടെ ആർക്കെങ്കിലും അഭിഭാഷകൻ മുഖേന ഹാജരായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകാൻ സാധിക്കും. അതുമല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നടപടിക്രമം എന്നുള്ള രീതിയിൽ അവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് വിശദാംശം തേടുകയും ചെയ്യും. അതുവരെ ഒരു പക്ഷേ ഈ കപ്പൽ തടഞ്ഞിട്ടേക്കാം. എന്തായാലും നിലവിൽ ഈ DD കിട്ടും വരെയാണ് കപ്പൽ തടഞ്ഞുവിടാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഓക്കെ, ശരി രേഷ്മ.